ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു സംഭാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സംഭാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ചേരുവകൾ: നെല്ലിക്ക, ചെറുനാരങ്ങ, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, വെള്ളം. ആദ്യം തന്നെ നെല്ലിക്ക നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിലെ കുരു വേർതിരിച്ചെടുക്കാം. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ. 10 നെല്ലിക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നെല്ലിക്കയുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ടൈമിൽ കാന്താരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരച്ചെടുത്ത മിക്സ് ഇതുപോലെ ഒരു കപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറുനാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നെല്ലിക്കയുടെ മിക്സ് അരിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. അരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗ്ലാസുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടി കലർത്തി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഗ്ലാസുകളിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സംഭാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കട്ടെ.